പരിചയമില്ല. ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഏറ്റവും നല്ല പ്രഭാത സമയം. ആ പ്രഭാത സമയത്ത് കിടന്നുറങ്ങുന്ന മക്കളുണ്ടോ? ഉമ്മമാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്താനല്ല. ഏത് മകൻ കേടുവരുന്നതും നാടിന് നഷ്ടമാണ്. ആര് കേടുവന്നാലും അത് കാരണത്താൽ നാടിൽ തിന്മകൾ വർദ്ധിക്കുന്നു. എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരാളുടെ മകനും കേടുവന്നുകൂടാ. നമ്മുടെ ഇൽമിന്റെ ദർസിന്റെ സദസ്സുകൾ, ദർസ് നടക്കുന്നത്, ഒരു പള്ളിയിൽ ഒരു ദർസ് നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പള്ളിയിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് മാത്രം പഠിക്കലല്ല, നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവനും ഉസ്താദുമാരുമായിട്ട് ബന്ധപ്പെടുത്തിക്കോളൂ. എന്നിട്ട് സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിന് നമ്മുടെ മക്കളൊക്കെ പള്ളിയിലേക്കൊന്നു വരട്ടെ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞൊരു 10 മിനിറ്റെങ്കിലും ഉസ്താദിന്റെ മുന്നിൽ നിന്ന് ഒരു ഹദീസെങ്കിലും പഠിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ പ്രഭാത സമയത്ത് ഉറങ്ങുന്ന ചെറുപ്പക്കാരില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ബാലശൈത്വാനു ഫീ ഉദ്നൈ, അവരുടെ 2 ചെവിയിലും പൈശാചികതയുടെ എല്ലാ ദുസ്വഭാവങ്ങളും പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ പിശാച് പണിയെടുക്കുന്നതാണ്. ഈ ഹദീസ് മഹാന്മാർ വിശദീകരിച്ചു പറയുന്നുണ്ട്. പൈശാചിക സ്വഭാവമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രഭാത സമയത്തിൽ സുബ്ഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ഉറക്കാണ്. സുബ്ഹി നിസ്കരിക്കാതെയുള്ള പ്രഭാതങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കച്ചവട സ്ഥാപനങ്ങൾ പലതും യുവാക്കളുടെ ന്യൂജൻ സ്ഥാപനങ്ങൾ തുറക്കുന്നത് വൈകുന്നേരം 3 മണിക്കാണ്, അടക്കുന്നത് രാത്രി 3 മണിക്കാണ്. അവിടെയുള്ള കസ്റ്റമർ ആരാണ്? നമ്മളുടെ ജേട്ടനിയന്മാരാണ്, കൊച്ചുമക്കളാണ്. സുഹൃത്തുക്കളെ, അങ്ങനത്തെ സ്ഥാപനം നടത്തുന്നവരും അതിന് പ്രോത്സാഹനം ചെയ്യുന്നവരും അതിനു വേണ്ടി വീട്ടിൽ നിന്ന് മക്കള് പോകുമ്പോൾ പ്രശ്നമല്ലെന്ന് ചിന്തിക്കുന്നവരും, എന്നിട്ടവര് 3-4 മണിക്ക് വന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ 10 മണി വരെ സുബ്ഹ് ഖളാ ആക്കിയിട്ടുറങ്ങിയാൽ ആ മക്കള് പിശാചിന്റെ അടിമയാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ജാഗ്രതയോടെയാണ് പൈശാചികതയെ കുറിച്ച് പറഞ്ഞത്. പിശാച് ഒരു മനുഷ്യനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ആ മനുഷ്യൻ അകന്നു പോകുന്നു. മാത്രമല്ല, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അത് വിശദമായിട്ട് പറയുന്നു, വമിൻ അലാമത്തിശ് ശഖാവാ, ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ അടയാളമാണ് അൻ തഅസിയല്ലാഹ തആല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു വഖ്ത് പോലും സുജൂദിൽ വീഴാത്ത മകൻ. സുബ്ഹാനല്ലാഹ്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, മോനെ, എപ്പോഴൊക്കെയാണ് വീടിന്റെ റൂമിന്റെ തൊട്ടടുത്ത് പള്ളിയുണ്ടോ? ഉസ്താദേ, വീടിന്റെ അടുത്ത് പള്ളിയുണ്ട്. എപ്പോഴാണ് പള്ളിയിൽ പോവല്? വെള്ളിയാഴ്ച ജുമുഅക്കട ഒപ്പിച്ചു പോവലാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു ദിവസത്തിലെ ഒരു നേരമെങ്കിലും പള്ളിയിൽ പോവാത്ത മക്കളുണ്ടാവരുത്. എന്റെ സഹോദരന്മാരെ, ഒരു വഖ്തെങ്കിലും എന്റെ മകൻ പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ. നമ്മുടെ പൂർവീകരായ ആളുകള് പള്ളിയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് നമ്മുടെ പൂർവീകർ എന്തൊക്കെ ചെയ്തു വെച്ചു?
എല്ലാ വഖത്ത് ജമാഅത്തിന് പോവല് മാത്രല്ല, വീട്ടിൽ നിന്ന് 10 തെങ്ങുള്ള ഒരാള് ഒരു തെങ്ങ് പള്ളിക്ക് കൊടുത്തു. എന്തിനാ? എന്റെ വീട്ടുമുറ്റത്ത് പള്ളിയുമായി ബന്ധപ്പെട്ടൊരു വൃക്ഷം വളരണം. രണ്ടാമത്, വീട്ടിൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നടന്നു പോയത് എന്താ? വീട്ടിൽ നിന്ന് നുള്ളരി അല്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് അരി ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മ ഭക്ഷണത്തിന് വേണ്ടി മുറത്തിൽ അരി ഇങ്ങനെ ചേറിക്കൊണ്ടിരിക്കുമ്പോ അതിന്നൊരു നുള്ളെടുത്തിട്ട് ഒരു കുറ്റിയിൽ ഇങ്ങനെ ഒരു തൂക്കിലിട്ട് വെക്കും. എല്ലാ ദിവസവും ഒരു മാസത്തിൽ 30 ദിവസം ചോറ് വെക്കുന്ന അരിയിൽ നിന്ന് ഒരൽപ്പം അല്ലെങ്കിൽ കഞ്ഞി വെക്കുന്ന അരിയിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഒരു കുറ്റിയിൽ ഒരു വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ ഒരു ചെറിയ വിഹിതം പള്ളിയിലേക്ക്. ഒരു മാസത്തിൽ പള്ളിയുടെ ആളുകൾ വന്ന് 100 വീട്ടിൽ നിന്ന് ആ അരി എടുത്താൽ ഒരു കിൻഡൽ അരി ഉണ്ടാക്കും. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ആ അരി ലേലം ചെയ്താൽ 500 1000 രൂപ കിട്ടിയാൽ അതിന് 200 രൂപ പള്ളിയിലെ വാങ്ങി വിളിക്കുന്ന ആൾക്ക്, 300 രൂപ ഭക്ഷണം കൊണ്ടുവന്ന ആൾക്ക് 500 രൂപ ഉസ്താദിന്. ഇങ്ങനെ ശമ്പളം കൊടുത്ത് നമ്മുടെ പൂർവീകരായ ആളുകൾ വളരെ പരിശുദ്ധിയോടെ എന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം പോലും പള്ളിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ് പള്ളികൾ. ആ പള്ളികളുമായിട്ട് നമ്മുടെ മക്കൾ എവിടെയാണെങ്കിലും പള്ളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നുണ്ടോ? വിദേശങ്ങളിലാണെങ്കിൽ മക്കളുടെ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ, മക്കളുടെ ജോലിയെ കുറിച്ച് ചോദിക്കുമ്പോ ഉമ്മമാരെ ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടത് ഇന്ന് പള്ളിയിൽ പോയോ? അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളിയാളമുണ്ടായിട്ട് 5 നേരം അല്ലാഹു വിളിച്ചിട്ട് ഒരു നേരം പോലും അവന്റെ പള്ളിയിൽ പോവാത്ത മകനാണോ? സ്നേഹത്തോടെ ആ മകനെ മനസ്സു മാറ്റിയെടുത്തോളൂ. സുഹൃത്തുക്കളെ, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സങ്കടങ്ങളുടെ കഥയായിരിക്കൂ. അല്ലാഹുവിൽ നിന്നുള്ള ബന്ധം അകന്നു കഴിഞ്ഞാൽ പിശാചവനെ കീഴ്പ്പെടുത്തുന്നത് പോലെ അന്നഫ്സുൽ അമ്മാറ, ശരീരം അവനെ കീഴ്പ്പെടുത്തുന്നതാണ്. അതുപോലെ ഭൗതികമായ താല്പര്യങ്ങൾ അവനെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ കീഴ്പ്പെട്ടുപോയാൽ ആ മനുഷ്യന്റെ മുന്നിലെല്ലാ നന്മയുടെയും കവാടങ്ങൾ അടക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലത്ത് മനുഷ്യനിൽ വഹന് വർദ്ധിക്കുന്നതാണ്. എന്താണ് വഹനെന്ന് ചോദിച്ചപ്പോ ഹുബ്ബുദ്ദുനിയാ, ഭൗതികതയോടുള്ള അമിതമായ താല്പര്യമാണ്. അങ്ങനെ ഭൗതികതയോടുള്ള അമിതമായ താല്പര്യം മനുഷ്യനെ പിടികൂടിയാൽ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കണമെന്നുള്ള ചിന്തയില്ലാതെയാവുന്നു. അങ്ങനെ മരിക്കണമെന്നുള്ള ചിന്ത മനുഷ്യനിൽ നിന്ന് വിട പറയുമ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എന്ത് തോന്നിവാസം ചെയ്യാനും പ്രശ്നമുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ് സമൂഹത്തിൽ ഏറ്റവും അപകടം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ബാധകൾ, ഭൗതികതയോടുള്ള അമിതമായ താല്പര്യത്തിന്റെ വഴികളെ തിരിച്ചറിയാൻ കഴിയണോ? നമ്മളെ വീടുകൾ ഏറ്റവും നല്ല മാതൃകയുള്ള വീടുകളാവണം. പൈശാചികതയുടെ ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ട് നമ്മുടെ സന്താനങ്ങൾ തളർന്നു പോകുന്ന വീടുകളായിട്ട് മാറരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിന്റെ ഓരോ അനക്കങ്ങളും ഒതുക്കങ്ങളും അത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാവണോ. പരിശുദ്ധ റമളാൻ
നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയമല്ലേ? റമളാനിലേക്കുള്ള വലിയ പ്രവേശനത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ മുത്തി നബി തങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ, നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ അല്ലാഹു ഏറ്റവും കൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല ക്രൂരനല്ല, അല്ലാഹു കരീമാണ്, ചോദിക്കാതെ തരുന്നവനാണ്. അല്ലാഹു ജവാദാണ്, വല്ലാതെ ഉദാരനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല